നമസ്കാരം. പ്രതാപ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് കറി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് അരക്കപ്പ് തോരപ്പരിപ്പ് വൃത്തിയായി കഴുകിയെടുത്താണ് അത് ചേർക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് രണ്ടായി കീറിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചെറുക്കി ചേർക്കാം. ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ചേർക്കാം. അതുകൊണ്ട് പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വെള്ളം വറ്റണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പരിപ്പ് ഇത് ഇത്രയേ വേവാവുള്ളൂ. ഒരുപാട് വെന്തങ്ങ് അലന്ന് പോകരുത്. അലന്ന് പോയി കഴിഞ്ഞാൽ കറിയിൽ പരിപ്പ് കാണാനുണ്ടാവില്ല. ഇനി അതിലേക്ക് ഒരു 300 ഗ്രാം സാമ്പാർ ജീരകത്തെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. ഇതിന് 300 ഗ്രാം തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് കയ്യിലുള്ള ഒരു കൈപ്പിടി അളവിന് ചീര കിട്ടിയാലും മതി. ഇതോടൊപ്പം തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർക്കാം. ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഇളക്കി യോജിപ്പിക്കാം. വെള്ളം കുറവാണ്, നമുക്കൊരല്പം വെള്ളം കൂടി ചേർക്കാം. ഈ സമയത്ത് കറിയുടെ ഉപ്പ് എരിവ് ഒക്കെ നോക്കാം. ഈ അരപ്പും ഇലയും ഒരുമിച്ചിട്ടടുത്ത ഗുണം എന്താ പറയുക, നല്ലതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇലയും വേവും, നമ്മൾ ചേർത്ത അരപ്പും വേവും. ഇനി ഇവർക്കൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഇലയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അരപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇതിപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പാണ്. ഇത്രയും കൊഴുപ്പില്ല എന്നോർത്തും കുഴപ്പമില്ല. ഞാൻ ഇതുപോലുള്ള കറികൾ വയ്ക്കുമ്പോഴല്ല ഞാൻ ഇത്തിരി കൊഴുപ്പില്ലാണ്ടാകുള്ളൂ. നല്ലതുപോലെ തിളച്ച് ഇലയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ചൂടായ ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, 4 ചെറുള്ളി വട്ടത്തിലരിഞ്ഞത്, 2 വറ്റൽമുളക്, ഒരല്പം കറിവേപ്പില. ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ അത് സ്വാദിഷ്ടമായ സാമ്പാർ ചീരി പരിപ്പും ചേർന്നുള്ള ചാറുകൾ തയ്യാറായിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ, എന്താ രുചി! ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് വയറിറച്ച് ചോറുന്നാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ.